നമ്മുടെ സംസ്ഥാനം അഭിമുഖീകരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയത്തിലേക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകരുടെ ശ്രദ്ധയെ ക്ഷണിക്കുകയാണ്. നമ്മുടെ ആരോഗ്യക്ഷേമ പദ്ധതികൾ എങ്ങനെയാണ് നടക്കുന്നതെന്നറിയാമോ? നമ്മുടെ പാലിയേറ്റീവ് കെയർ, കിടപ്പ് രോഗികൾക്ക് ആശ്വാസകിരണം, ഭിന്നശേഷി സ്കോളർഷിപ്പ്, അംഗൻവാടി പോഷകാഹാര വിതരണം, ഭിന്നശേഷി കുട്ടികൾക്കുള്ള ബഡ് സ്കൂൾ, അങ്ങനെ നിരവധി പദ്ധതികൾ എല്ലാം ഇപ്പോൾ പ്രതിസന്ധിയിലാണ്. എന്താണ് കാരണമെന്നറിയാമോ? ഇതുവരെയും തദ്ദേശ സ്ഥാപനങ്ങൾക്ക് ലഭിക്കേണ്ട പ്ലാൻ ഫണ്ട് നൽകിയിട്ടില്ല. തദ്ദേശ ഭരണം നിശ്ചലമായി കഴിഞ്ഞിരിക്കുന്നു. ഭരണസ്തംഭനമാണോ തദ്ദേശ ഭരണത്തിൽ? ഫണ്ട് എവിടെ സർക്കാരെ? തദ്ദേശ ഭരണം എവിടെ സർക്കാർ? ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്നിപ്പോൾ 2.5 മാസം കഴിഞ്ഞു. ഒരു നടപടി ഇതുവരെ സ്വീകരിച്ചിട്ടില്ല. LDF ഗവൺമെന്റ് അനുവദിച്ചതിനേക്കാൾ 1535 കോടി രൂപ കുറവായിട്ടാണ് ഈ ഗവൺമെന്റ് അനുവദിച്ചിട്ടുള്ളത്. ഒന്നാമത്തെ കാര്യം, തുക വെട്ടിക്കുറച്ചു. രണ്ടാമത്തെ കാര്യം, വെട്ടിക്കുറച്ച തുക തന്നെ കൊടുക്കുന്നില്ല. എല്ലാ പ്രാദേശിക സർക്കാരുകളും നിഷ്ക്രിയമായിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമാണ്. പ്ലാൻ ഫണ്ട് നമുക്ക് ഒന്നാം ഗഡു ലഭ്യമാകാത്തതിൻ്റെ ക്രൈസിസും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ വല്ലാത്ത സ്തംഭനാവസ്ഥയിലേക്ക് എത്തിച്ചിരിക്കുന്ന സാഹചര്യമാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, വളരെ പ്രധാനപ്പെട്ട ഈ വാർത്ത പ്രേക്ഷകരുടെ സമക്ഷം ഞങ്ങൾ എത്തിക്കുന്നു. റിപ്പോർട്ടർ ബിഗ് ബ്രേക്കിംഗ്. സർക്കാർ പ്ലാൻ ഫണ്ട് നൽകാത്തതിനാൽ തദ്ദേശ സ്ഥാപനങ്ങളിൽ ഭരണസ്തംഭനം. പഞ്ചായത്തുകൾക്കും മുനിസിപ്പാലിറ്റിക്കും കോർപ്പറേഷനുകൾക്കും പ്രവർത്തിക്കാൻ കഴിയുന്നില്ല. 2025 വർഷത്തെ അവസാന ഗഡുവും 2026 ആദ്യത്തെ ഗഡുവുമാണ് മുടങ്ങിയത്. തദ്ദേശ സ്ഥാപനങ്ങൾ നിയമിച്ച താൽക്കാലിക ജീവനക്കാരുടെ ശമ്പളം മുടങ്ങിയിട്ട് 4 മാസം. പാലിയേറ്റീവ് പ്രവർത്തനങ്ങളും പ്രതിസന്ധിയിൽ. കിടപ്പ് രോഗികളെ പരിചരിക്കുന്ന ആശ്വാസ കിരണം പദ്ധതി അവതാളത്തിൽ. ഭിന്നശേഷി സ്കോളർഷിപ്പുകൾ നൽകാനായിട്ടില്ല. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് വിട്ടുകിട്ടിയിട്ടുള്ള ഒട്ടനവധി ഹോസ്പിറ്റലുകൾ, സ്കൂളുകൾ, മറ്റ് തനത് പദ്ധതികൾ ഒക്കെ തന്നെ മുടങ്ങി നിൽക്കുന്ന സാഹചര്യമാണ്. എല്ലാ പ്രാദേശിക സർക്കാരുകളും നിഷ്ക്രിയമായിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമാണ്. പട്ടികജാതി വിദ്യാർത്ഥികളുടെ സ്റ്റൈഫൻഡ് മുടങ്ങിക്കിടക്കുകയാണ്. ഞങ്ങളെ സംബന്ധിച്ച് ജില്ലാ പഞ്ചായത്തിൻ്റെ 73 ഗ്രാമപഞ്ചായത്തിലുമുള്ള ഗുണഭോക്താക്കളായ ഡയാലിസിസ് പേഷ്യൻറ്റുകൾക്ക് ഡയാലിസിസ് പോലും മുടങ്ങിപ്പോകുന്ന സാഹചര്യമുണ്ടായി. അവിടെ ഞങ്ങൾക്ക് തനത് ഫണ്ടെടുത്ത് താൽക്കാലികമായി പിടിച്ചു നിൽക്കേണ്ട ഒരു സാഹചര്യമാണ്. ആശുപത്രിയിൽ രോഗികൾക്ക് ലഭ്യമാകുന്ന ഈ ഒരു ആനുകൂല്യം നിഷേധിക്കപ്പെടരുതെന്നുള്ളത് കൊണ്ട് തനത് ഫണ്ടിൽ നിന്ന് എടുത്തു കൊടുക്കേണ്ട ഒരു സാഹചര്യം വന്നു. അതേപോലെ തന്നെയാണ് ഓർഗൻ ട്രാൻസ്പ്ലാന്റ് ചെയ്ത, കിഡ്നി ലിവർ ട്രാൻസ്പ്ലാന്റ് ചെയ്ത രോഗികൾക്കുള്ള മെഡിസിൻ വിതരണം മുടങ്ങി നിൽക്കുകയാണ്. ആശുപത്രികളിലെ മെഡിസിൻ ഞങ്ങൾക്ക് നൽകുവാനായിട്ട് സാധിക്കുന്നില്ല. അത്തരത്തിൽ ഒട്ടനവധി പ്രോജക്റ്റുകൾ, അതുപോലെ മരാമത്ത് പണികൾ ചെയ്ത കോൺട്രാക്ടർമാരുടെ ഫണ്ട് നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കുന്നില്ല. നിലവിലെ സാഹചര്യം എന്ന് പറയുന്നത്, കഴിഞ്ഞ സാമ്പത്തിക വർഷം അവസാനം ലഭ്യമാകേണ്ട, ഫെബ്രുവരി മാസത്തോടുകൂടി ലഭ്യമാകേണ്ട കഴിഞ്ഞ സാമ്പത്തിക വർഷത്തെ 3ാം ഗഡു ഫണ്ട് ലഭ്യമാകാത്തതിൻ്റെ ഒരു ക്രൈസിസും, അതുപോലെ തന്നെ ഇപ്പോൾ പ്ലാൻ ഫണ്ട് നമുക്ക് 1ാം ഗഡു ലഭ്യമാകാത്തതിൻ്റെ ക്രൈസിസും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ വല്ലാത്ത സ്തംഭനാവസ്ഥയിലേക്ക് എത്തിച്ചിരിക്കുന്ന സാഹചര്യമാണ്. 2025 പകുതിയോടുകൂടി ലഭ്യമായ 2ാം ഗഡു തുക മാത്രമാണ് നമുക്ക് അവസാനമായി ലഭ്യമായത്. റഹീസ് റഷീദുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. റഹീസ് റഷീദ്, ഇപ്പോൾ തദ്ദേശ സ്ഥാപനങ്ങളുടെ ഭരണം അവതാളത്തിലാണ് എന്നുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. യഥാർത്ഥത്തിൽ തദ്ദേശ ഭരണം സ്തംഭനത്തിൽ എന്ന് പറയാം. ഫണ്ട് കിട്ടുന്നില്ല എന്നുള്ളതാണ്. ഏറ്റവും കൂടുതൽ ഇത് ബാധിച്ചിരിക്കുന്നത് പാലിയേറ്റീവ് കെയർ മേഖലയാണ്. ആരോഗ്യ മേഖലയെ തന്നെ താളം തെറ്റിക്കും ഈ സംഗതി ഇങ്ങനെ പോവുകയാണെങ്കിൽ. എന്താണ് സംഭവിക്കുന്നത് നമ്മുടെ തദ്ദേശ സ്ഥാപനങ്ങളിൽ, റഹീസ് റഷീദ്? ഗുഡ് മോർണിംഗ് അരുൺകുമാർ. തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ മുന്നോട്ട് പോകാൻ പറ്റാത്ത ഒരു സ്ഥിതിവിശേഷത്തിലാണ് ഇപ്പോഴുള്ളത്. സാധാരണഗതിയിൽ തദ്ദേശ സ്ഥാപനങ്ങൾ നടന്നു പോകുന്നത് തനത് വരുമാനത്തിലും പ്ലാൻ ഫണ്ടിലുമാണ്. തനത് വരുമാനം പല പഞ്ചായത്തുകൾക്കും അധികമൊന്നും ഉണ്ടാവില്ല. സർക്കാർ നൽകുന്ന പ്ലാൻ ഫണ്ട് അനുസരിച്ചാണ് അവർ മുന്നോട്ട് പോവുക. സാധാരണഗതിയിൽ ഏപ്രിൽ മാസവും ജൂലൈ മാസവും ഡിസംബർ മാസവും 3 ഗഡുവായിട്ടാണ് പ്ലാൻ ഫണ്ട് സർക്കാർ നൽകിക്കൊണ്ടിരുന്നത്. പക്ഷേ കഴിഞ്ഞ സർക്കാരിൻ്റെ അവസാന കാലമായപ്പോൾ അത് ആദ്യ ഗഡു ഏപ്രിൽ നൽകും, പിന്നീട് നവംബറിൽ നൽകും,
അത് കഴിഞ്ഞുള്ള ഗഡു അടുത്ത വർഷത്തെ ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ നൽകുന്നതായിരുന്നു രീതി. അങ്ങനെ വരുമ്പോൾ 2025 അവസാന ഗഡു 2026 ഫെബ്രുവരി മാസത്തിൽ കഴിഞ്ഞ LDF സർക്കാർ നൽകേണ്ടതായിരുന്നു. ആ പണം ഇതുവരെ നൽകിയിട്ടില്ല. അതിനുശേഷമുള്ള UDF സർക്കാർ വരുമ്പോൾ 2026 വർഷത്തിലെ ആദ്യ ഗഡു ഏപ്രിൽ മാസത്തിൽ നൽകണമായിരുന്നു. അത് നൽകിയിട്ടില്ല. ജൂലൈ 31 ഇത് ഏറ്റവും അധികം ബാധിക്കുന്നത് പാലിയേറ്റീവ് പ്രവർത്തനങ്ങളെയാണ്. ഇപ്പോൾ ഉദാഹരണമായി പറഞ്ഞാൽ മെന്റലി ഹാൻഡിക്കാപ്പ്ഡായ കുട്ടികൾക്ക് ഒരു വർഷം 28,500 രൂപയാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ നൽകുന്നത്. മറ്റു തരത്തിൽ ഹാൻഡിക്കാപ്പ്ഡായ കുട്ടികൾക്ക് 5,600 രൂപ മുതൽ 20,000 രൂപ വരെ ഗഡുക്കളായിട്ട് നൽകും. സാധാരണഗതിയിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ചെയ്യുന്നത് ആദ്യത്തെ ഗഡു കിട്ടുമ്പോൾ പാലിയേറ്റീവ് പ്രവർത്തനങ്ങളുടെ ഒരു വർഷത്തേക്കുള്ള ഫണ്ടായി ഇതിനെ മാറ്റുകയാണ് ചെയ്യുക. അതിനുശേഷം വരുന്ന ഗഡുക്കൾ എന്ന് പറയുന്നത് വിവിധ പ്രോജക്റ്റുകൾക്കുള്ള പണം, കരാറുകാർക്ക് ബില്ല് മാറുന്നതിനടക്കമുള്ള കാര്യങ്ങളാണ്. അതിലേക്ക് അടുത്ത ഗഡുക്കൾ വരുമ്പോൾ കൊടുക്കുകയും ആദ്യ ഗഡു വരുമ്പോൾ ജനുവരി മുതൽ ഡിസംബർ വരെ പാലിയേറ്റീവ് പ്രവർത്തനങ്ങൾക്ക് നൽകാനുള്ള പണം നീക്കിവെക്കുകയും ചെയ്യുന്നതാണ് സാധാരണഗതിയിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ രീതി. അതായത് ആദ്യ ഗഡു കിട്ടിയാൽ മറ്റു ഗഡു താമസിച്ചാൽ പോലും പാലിയേറ്റീവ് പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും എന്നതായിരുന്നു യാഥാർത്ഥ്യം. അതുകൊണ്ടാണ് ഡിസംബർ മാസം കിട്ടേണ്ട മൂന്നാം ഗഡു ഫെബ്രുവരിയിലോ മാർച്ചിലോ കിട്ടിയാൽ പോലും തദ്ദേശ സ്ഥാപനങ്ങളെ ഇതിനു മുമ്പുള്ള കാലങ്ങളിൽ ബാധിച്ചിട്ടില്ല. കോൺട്രാക്ടർമാരെ സംബന്ധിച്ച് ബില്ല് മാറാനൊക്കെ താമസിക്കുന്നത് വലിയ ബുദ്ധിമുട്ട് അവരെ ഉണ്ടാക്കുന്നതുമല്ല. പക്ഷേ ആദ്യ ഗഡു ഇതുവരെ കൊടുക്കാത്തത് കൊണ്ട് വലിയ പ്രതിസന്ധിയിൽ ആയിരിക്കുന്നു. എല്ലാ തരത്തിലും ഇപ്പോൾ തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വി പ്രിയദർശിനി പറഞ്ഞതുപോലെ ഡയാലിസിസ് രോഗികൾ ആശുപത്രികൾ ഇവർ നടത്തുന്നുണ്ട്. അവിടെ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഹോമിയോ ആശുപത്രികളിലെ ഡോക്ടർമാർക്ക് പൈസ കൊടുക്കാൻ പറ്റുന്നില്ല. അങ്ങനെ തനത് ഫണ്ടിൽ നിന്നെടുത്ത് ജീവനക്കാർക്ക് മാത്രമാണ് പൈസ കൊടുക്കുക. അതല്ലാതെ താൽക്കാലിക ജീവനക്കാർക്കൊന്നും കഴിഞ്ഞ 4 മാസമായി ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും സാലറി പോലും കൊടുക്കാത്ത അവസ്ഥയാണ് അരുൺകുമാർ. ഓക്കെ, വളരെ കഷ്ടമാണ് എന്നേ പറയേണ്ടതുള്ളൂ. പാലിയേറ്റീവ് കെയർ സേവനങ്ങൾ മുടങ്ങുന്നു എന്നുള്ളത് സ്വാഭാവികമായും വലിയ തിരിച്ചടിയാണ്. തദ്ദേശ സ്ഥാപനങ്ങൾക്ക് കൊടുക്കേണ്ട പ്ലാൻ ഫണ്ട് ആദ്യ ഗഡു പോലും ഇതുവരെ